തിരുമൂലദേവൻ്റെ തിരുമന്ത്രം 7-ാം തന്ത്രത്തിലെ മുദ്രാഭേദത്തെക്കുറിച്ചിട്ടാണ് നാം കണ്ടുകൊണ്ടിരുന്നത്. ഇനി പ്രധാനപ്പെട്ട 2-3 മുദ്രകളെക്കുറിച്ചിട്ട് തിരുമൂലദേവൻ നമുക്ക് പറഞ്ഞു തരുന്നു. നോക്കൂ. ശക്തിയും ശാംഭവിയെ നോക്കുമ്പോൾ ഉദിച്ചിടും, ജീവന് പിറപ്പില്ലെന്നാക്കും ചിന്മുദ്രയോർക്കൂ, പ്രണവത്തെ കാട്ടി നിൽക്കും ഖേജരിയാലുദിക്കും, നാമവും അത് ജ്ഞാനസ്വരൂപമുദ്രയാക്കും. പ്രധാനപ്പെട്ട ചില മുദ്രകളെ കുറിച്ചിട്ടാണ് ഇവിടെ തിരുമൂലദേവൻ പറയുന്നത്. അതായത് ക്രിയായോഗ ദീക്ഷയിൽ സാധാരണ വളരെ പ്രാധാന്യം നൽകി ശീലിച്ചു പോരുന്ന ചില മുദ്രകളെക്കുറിച്ച് തിരുമൂലദേവൻ ഇവിടെ പറയാണ്. ശക്തിയും ശാംഭവിയെ നോക്കുമ്പോൾ ഉദിച്ചിടും. ഈ ശാംഭവി മുദ്ര കൊണ്ട് തന്നെ ശക്തി ഉദിക്കും. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രയാണ് ശാംഭവി മുദ്ര. ഈ ശാംഭവി മുദ്ര കൊണ്ട് ശക്തി എന്തു ചെയ്യും? ഉദിച്ച് മുകളിലേക്ക് ശിവനുമായി ചേരുന്നു. പിന്നെ അങ്ങനെ സംഭവിക്കുമ്പോൾ ജീവന് പിറപ്പില്ലെന്നാകും ചിന്മുദ്രയോർക്കോ. ജീവന് പിറപ്പില്ലാത്ത തരത്തിൽ മറ്റൊരു മുദ്ര നമ്മെ സഹായിക്കുന്നു. അതാണ് ചിന്മുദ്ര എന്ന് പറയുന്നത്. ഈ ചിന്മുദ്ര ജീവന് ഒരിക്കലും വീണ്ടും പിറപ്പില്ലാത്ത വിധത്തിൽ മുക്തിയെ നൽകും. ഇനി പ്രണവത്തെ കാട്ടി നിൽക്കും ഖേദരിയാലുദിക്കും, നാമവും അത് ജ്ഞാനസ്വരൂപമുദ്രയാകും. ഇനി പ്രണവത്തെ കാട്ടി നിൽക്കുന്ന, പ്രണവമാകുന്ന ആ ഓങ്കാരത്തെ കാട്ടി നിൽക്കുന്ന ഒരു മുദ്രയാണ് ഖേദരി മുദ്ര. ഇത് ജ്ഞാനസ്വരൂപമായി ശരീരത്തെ മാറ്റും. അപ്പോൾ ശരീരത്തെ ജ്ഞാനസ്വരൂപമാക്കുന്ന മുദ്രയാണ് ഖേദരി മുദ്ര. അപ്പോൾ ഈ മുദ്രകൾക്ക് വളരെയേറെ പ്രാധാന്യം തിരുമൂലദേവൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഓരോ മുദ്രയെക്കുറിച്ച് നോക്കാം. ശാംഭവി മുദ്ര എന്ന് പറയുന്നൊരു മുദ്രയുണ്ട്, പിന്നെ ചിന്മുദ്രയുണ്ട്, പിന്നെ അതുപോലെ ഖേദരി മുദ്രയുണ്ട്. ആദ്യം നമുക്ക് ശാംഭവി മുദ്ര എന്താണെന്ന് നോക്കാം. ശിവസംഹിത എന്ന് പറഞ്ഞിട്ടൊരു അതിപ്രാചീനമായ ഗ്രന്ഥമുണ്ട്. അതായത് ശിവൻ പാർവതിക്ക് ഉപദേശിച്ചു കൊടുത്ത ആ യോഗവിജ്ഞാനമാണ് ശിവസംഹിത. ഏറ്റവും പ്രാചീനമായ, ഏറ്റവും വിശ്വസനീയമായ ഒരു സംസ്കൃത ഗ്രന്ഥമാണ് ശിവസംഹിത. അത് സാക്ഷാ ശിവൻ പാർവതീദേവിക്ക് ഉപദേശിച്ചു കൊടുത്ത യോഗവിജ്ഞാന സംഹിതയാണ്. ഈ യോഗവിജ്ഞാന സംഹിതയെ പിന്തുടർന്നുകൊണ്ടാണ് പിന്നീട് എല്ലാ യോഗശാസ്ത്ര വിധികളും രൂപപ്പെട്ടും വികസിച്ചും വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അത്രയ്ക്ക് പ്രാധാന്യമായ ശിവസംഹിതയിൽ ശിവഭഗവാൻ പാർവതിയോട് പറയുകയാണ്, അല്ലയോ പാർവതീദേവി, ദേവി എനിക്ക് എപ്രകാരമാണോ പ്രാണപ്രിയയായിരിക്കുന്നത് അതേപോലെ പ്രാണപ്രിയയായിരിക്കുന്നത് ശാംഭവി മുദ്രയാണ് എന്ന് പറയുന്നു. അതേപോലെ ഖേദരി മുദ്രയെക്കുറിച്ചും പറയുന്നുണ്ട്. ഖേദരി മുദ്രയും എനിക്ക് പ്രാണപ്രിയയാകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രാണപ്രിയയായ ഈ മുദ്രകളെ കുറിച്ചിട്ടാണ് തിരുമൂലദേവൻ ഇവിടെ പറയുന്നത്. ശിവന് ഏറ്റവും പ്രാണപ്രിയയായ 3 മുദ്രകളെ നമുക്കിവിടെ കാണാം. അതിൽ ആദ്യം ഖേദരി മുദ്രയെക്കുറിച്ച് ശിവഭഗവാൻ പാർവതിക്ക് എന്താണ് പറഞ്ഞു കൊടുത്തതെന്ന് നോക്കാം. ഭ്രോരന്തർഗതം ദൃഷ്ടിം വിധായ സുദൃഢാം സുധിഹി ഉപവിശ്യാസനേ വജ്രേ സ്ഥാനോപദ്രവ വർജിത എന്ന് തുടങ്ങുന്ന 3 മന്ത്രങ്ങളുണ്ട്. ആ 3 മന്ത്രങ്ങളുടെ അർത്ഥം ഏതാണ്ട് ഇങ്ങനെയാണ്. ബുദ്ധിമാൻ, ഉറച്ച നോട്ടം,
ഭ്രൂമധ്യത്തിൽ ഉറപ്പിച്ചിരിക്കുന്ന സ്ഥലത്തെ ഉപദ്രവങ്ങൾ ഒഴിവാക്കി വജ്രാസനത്തിലിരുന്ന് സമർത്ഥൻ നാക്ക് പിന്നോട്ട് വച്ച് അണ്ണാക്കിൻ്റെ മേലെയുള്ള അമൃതക്കുഴിയിൽ പണിപ്പെട്ട് ചേർക്കണം. ഈ ഖേദരി മുദ്ര ഭക്തന്മാരുടെ ആവശ്യാർത്ഥമാണ് ഞാൻ നിനക്ക് വിവരിച്ചു തരുന്നത്. ഈ മുദ്ര സിദ്ധികളുടെ മാതാവാണ്, എനിക്ക് പ്രാണപ്രിയയാണ്. അപ്പോൾ ഇവിടെ ശിവഭഗവാൻ പാർവതിയോട് പറയാണ്, ഈ മുദ്ര സിദ്ധികളുടെ മാതാവാണ്, എനിക്ക് പ്രാണപ്രിയയാണ്. എങ്ങനെയാണത് ചെയ്യേണ്ടത് നോക്കൂ. ഉറച്ച നോട്ടം ഭ്രൂമധ്യത്തിൽ ഉറപ്പിക്കണം. എന്നിട്ട് ഇരിക്കുന്ന സ്ഥലത്തെ ഉപദ്രവങ്ങൾ ഒഴിവാക്കണം. വജ്രാസനത്തിലിരിക്കണം. അപ്പോൾ ഇവിടെ അതിന് മുറ ശിവഭഗവാൻ പാർവതി ദേവിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് നോട്ടം ഭ്രൂമധ്യത്തിൽ ഉറപ്പിക്കണം. പിന്നെ ഇരിക്കുന്ന സ്ഥലം ശാന്തമായിരിക്കണം, മറ്റ് ഉപദ്രവങ്ങളൊക്കെ ഒഴിവാക്കണം. പിന്നെ വജ്രാസനത്തിലിരിക്കണം. വജ്രാസനം എന്നുള്ള ഒരു പ്രത്യേക ധ്യാനത്തിന് വേണ്ടിയുള്ള ഒരു ആസനമാണ് വജ്രാസനം. മുട്ടുമടക്കി അങ്ങനെ ആ ഉപ്പൂറ്റിയുടെ മേൽ പിൻഭാഗം ഉറപ്പിച്ചിരിക്കുന്ന ഒരു രീതിവിശേഷമാണ് വജ്രാസനം. എന്നിട്ട് പിന്നെ നാക്ക് പിന്നോട്ടേക്ക് വളച്ചിട്ട്, ഈ നമ്മുടെ നാക്ക് പിന്നോട്ട് വളച്ച് അണ്ണാക്കിൻ്റെ മേലുള്ള അമൃതക്കുഴിയിൽ, അണ്ണാക്കിൻ്റെ മേലെ 2 ദ്വാരങ്ങളുണ്ട്, അതിനെ അമൃതക്കുഴി എന്നാണ് പറയുന്നത്. അവിടെ നിന്നാണ് അത്രയും അമൃത് പ്രവഹിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ അമൃതക്കുഴി എന്ന് വിളിക്കുന്നത്. അമൃതക്കുഴിയിൽ പണിപ്പെട്ട് ചേർക്കണം. ഈ ഖേദരി മുദ്ര ഭക്തന്മാരുടെ ആവശ്യാർത്ഥം ഞാൻ നിനക്കായി വിവരിച്ചു തരുന്നു. ഈ മുദ്ര സിദ്ധികളുടെ മാതാവ്, എനിക്ക് പ്രാണപ്രിയണം. ഇതാണ് ഖേദരി മുദ്രയെക്കുറിച്ചിട്ട് ശിവസംഹിതയിൽ പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു മുദ്രയാണ് ഖേദരി മുദ്ര. ഇനി നമുക്ക് ചിന്മുദ്ര എന്താണെന്ന് നോക്കാം. ചിന്മുദ്രകളെ പറ്റി പറയുന്നുണ്ട്. ചിന്മുദ്രയെക്കുറിച്ചിട്ട് ഹംസയോഗ പ്രവേശികയിൽ സ്വാമി ശ്രീയുത് ബാലകൃഷ്ണനാഥ് വിവരിക്കുന്നുണ്ട്. അത് ഹംസയോഗ ചന്ദ്രികയെ പിന്തുടർന്നിട്ട് എഴുതിയ ഒരു ഗ്രന്ഥമാണ് സ്വാമി ശ്രീയുത് ബാലകൃഷ്ണനാഥിൻ്റെ ഹംസയോഗ പ്രവേശിക. ഹംസയോഗത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മുദ്രയാണ് ചിന്മുദ്ര. ഇതാ നോക്കൂ, പരമാത്മാവിനെ ധ്യാനിക്കുമ്പോൾ സ്വീകരിക്കുന്ന മുദ്രകളാണ് ചിന്മുദ്രയും ശാംഭവി മുദ്രയും. ചിന്മുദ്ര കൈകളുടെ അങ്കുഷ്ടവും, അതായത് പെരുവിരൽ, പിന്നെ തർജനി ചൂണ്ടുവിരൽ മറ്റു വിരലുകളിൽ നിന്ന് ഭിന്നമാക്കി പ്രത്യേക നിയമപ്രകാരം ബന്ധിപ്പിക്കുന്നതാണിത്. ഇത് ചിന്മുദ്രയുടെ ബാഹ്യരൂപമാകുന്നു. ധ്യാനിക്കുമ്പോൾ നാം ആർജിക്കുന്ന ശക്തി നമ്മിൽ നിന്ന് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മുദ്ര ഉപയോഗിക്കുന്നത്. പെരുവിരൽ ശിവവും ചൂണ്ടുവിരൽ ശക്തിയുമാണ്. അപ്പോൾ അവ തമ്മിലുള്ള ചേർച്ച ശക്തി ശിവ സംയോഗമാകുന്നു. അതായത് സഗുണശക്തിയുടെയും പോസിറ്റീവ് പവർ, നിർഗുണശക്തിയുടെയും നെഗറ്റീവ് പവർ ചേർച്ചയാകുന്നു. ഈ ഐക്യത്തിൽ നിന്ന് പുതിയ ശക്തി ജനിക്കുന്നു. അപ്പോൾ നാം കൂടുതൽ ശക്തരായിത്തീരുന്നു. ചിന്മുദ്രയ്ക്ക് മറ്റൊരു രഹസ്യമുണ്ട്. മനസ്സിൻ്റെ കേന്ദ്രസ്ഥാനത്തെ നിർണയിക്കുവാനുള്ള അളവുകോലാകുന്നു അത്. അതിൻ്റെ രഹസ്യം ഗുരുവിൽ നിന്ന് തന്നെ മനസ്സിലാക്കണം. മനസ്സിൻ്റെ താക്കോൽ പഴുത് കണ്ടെത്തി അവിടെ ആ താക്കോൽ കിടത്തി പൂട്ടിയാൽ മനസ്സ് മറ്റൊരു സ്ഥാനത്തും പോകാതെ സ്ഥിരപ്പെടുന്നതാണ്. ആ താക്കോൽ പഴുത് ചിന്മുദ്രയിലൂടെ കണ്ടെത്തുവാൻ കഴിയും. അപ്പോൾ ചിന്മുദ്രയുടെ നിഗൂഢമായ ചില അർത്ഥതലങ്ങളുമുണ്ട്. അത് മനസ്സിൻ്റെ താക്കോലാണ്. ആ മനസ്സിനെ നിയന്ത്രിക്കുന്ന, മനസ്സിനെ ഇല്ലാതാക്കുന്ന, മനസ്സിനെ ശിവത്തിൽ ലയിപ്പിക്കുന്ന ആ പൂട്ട് തുറക്കുന്ന വിദ്യയാണ് ചിന്മുദ്രയിലൂടെ നാം ചെയ്യുന്നത്.
അതൊക്കെ ഗുരു തന്നെയാണ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത്. അതൊക്കെ ഗുരുമുഖത്തു നിന്ന് തന്നെ കേൾക്കേണ്ടതാണ് ഈ ചിന്മുദ്ര രഹസ്യം. അപ്പോൾ ചിന്മുദ്ര എന്നുള്ളത് ഇങ്ങനെ ആണ്. ചൂണ്ടുവിരലും തള്ളവിരലിൻ്റെ അഗ്രവും തമ്മിൽ ഒന്നിപ്പിക്കുന്നു. മറ്റ് 3 വിരൽ സ്ട്രെയിറ്റായിട്ട് ചോർച്ചയില്ലാതെ ഒരുമിച്ച് പിടിക്കുന്നു. ഇതാണ് ചിന്മുദ്ര. ജ്ഞാനമുദ്ര എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. വിസ്ഡം നമ്മളിലുള്ള നമ്മെ ജ്ഞാനസ്വരൂപത്തിലേക്ക് നയിക്കാൻ ഈ മുദ്രയ്ക്ക് കഴിയുന്നു. പിന്നെ മനസ്സിൻ്റെ താക്കോലാണ് ഈ മുദ്ര എന്നാണ് പറയുന്നത്. മനസ്സിൻ്റെ മനസ്സിൻ്റെ നിഗൂഢ മേഖലകൾ തുറന്ന് മനസ്സിനെ ശിവത്തിൽ ലയിപ്പിക്കാൻ ഈ ചിന്മുദ്രയ്ക്ക് കഴിയും. സാധാരണ മെഡിറ്റേഷൻ സമയത്തൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു മുദ്രയാണ് ചിന്മുദ്ര. പിന്നെ അപ്പോൾ നോക്കൂ, ശാംഭവി മുദ്ര എന്താണെന്ന് മനസ്സിലാക്കി, പിന്നെ ചിന്മുദ്ര എന്താണെന്ന് മനസ്സിലാക്കി, പിന്നെ പ്രണവത്തെ കാട്ടി നിൽക്കും ഖേദരി മുദ്ര. ഖേദരി മുദ്രയെക്കുറിച്ചിട്ടും ഇവിടെ തിരുമൂലദേവൻ പറയുന്നുണ്ട്. ഖേദരി മുദ്ര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 2 കണ്ണുകളുടെ അറ്റം ഭ്രൂമധ്യത്തിലേക്ക് കേന്ദ്രീകരിച്ച് ശാന്തമായി ഇരിക്കുന്ന ആ ശ്വാസത്തെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണത്. അത് പ്രണവത്തെ കാട്ടി നിൽക്കുമെന്നാണ് തിരുമൂലദേവൻ പറയുന്നത്. പ്രണവത്തെ കാട്ടി നിൽക്കുന്ന, അതായത് ഭ്രൂമധ്യ ധ്യാനത്തിൽ സാധാരണ ചെയ്യുന്നതാണ് ഈ മുദ്ര ഉപയോഗിച്ചിട്ടാണ്. ഭ്രൂമധ്യത്തിൽ ഉള്ള ആ പ്രണവത്തെ അല്ലെങ്കിൽ ശിവത്തെ, നാദത്തെ നാം ഈ 2 കണ്ണുകളും മേലോട്ടേക്ക് ആ ഭ്രൂമധ്യ ഭാഗത്തേക്ക് ദൃഷ്ടി ഉറപ്പിച്ച് ചെയ്യുന്ന ഒരു സാധനാക്രമമാണ് ഈ മുദ്ര, ഖേദരി മുദ്ര. അപ്പോൾ ഈ 3 മുദ്രകളുമാണ് ഇവിടെ തിരുമൂലദേവൻ നമുക്ക് വേണ്ടി പറഞ്ഞു തരുന്നത്. അപ്പോൾ വളരെ പ്രശസ്തമായ ഈ ക്രിയായോഗ ദീക്ഷയിൽ വളരെ പ്രശസ്തമായ മുദ്രകളാണിതൊക്കെ. ചിന്മുദ്ര, അതുപോലെ ശാംഭവി മുദ്ര, അതുപോലെ ഖേദരി മുദ്ര. ഈ 3 ഒരുപാട് മുദ്രകളെപ്പറ്റി യോഗശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാണപ്രിയ, ശിവന് പ്രാണപ്രിയ എന്ന് വിശേഷിപ്പിക്കാവുന്നത് ഈ 3 മുദ്രകളാണ് എന്നാണ് പാർവതി ദേവിയോട് ശിവഭഗവാൻ പറയുന്നത്. അപ്പോൾ ശിവസംഹിതയിൽ ഈ യോഗ വിജ്ഞാനത്തെക്കുറിച്ചും ഈ മുദ്രാശാസ്ത്രത്തെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായിട്ട് ശിവഭഗവാൻ പാർവതി ദേവിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നീട് ആ പുസ്തക രൂപത്തിലും സംസ്കൃതത്തിൻ്റെ പുസ്തക രൂപത്തിൽ വന്നിട്ടുണ്ട്. ശിവസംഹിത എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. സംസ്കൃതത്തിലാണ്, അത് മലയാളത്തിലേക്കും പലരും തർജ്ജിമ ചെയ്തിട്ടുണ്ട്. അതിൽ കൈതപ്രം വാസുദേവൻ നമ്പൂതിരി ഇതിന് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. അത് ഏറെക്കുറെ നല്ല വ്യാഖ്യാനമാണ്. അപ്പോൾ ഈ വ്യാഖ്യാനങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഈ മുദ്രകളെക്കുറിച്ച് അറിയാം. പക്ഷേ ഇതൊക്കെ ഗുരുമുഖത്തു നിന്ന് തന്നെ അഭ്യസിച്ചു കഴിഞ്ഞാൽ ഈ ചിന്മുദ്രയുടെയും ശാംഭവിയുടെയൊക്കെ നിഗൂഢമായ രഹസ്യതലങ്ങൾ അവർക്ക് വിവരിച്ച് കിട്ടും. അത് ഗുരുമുഖത്തു നിന്ന് തന്നെ കിട്ടുന്നതാണ് ഏറ്റവും ഉചിതം. ഓം ശിവായ തിരുമൂലദേവായ നമഃ.